ലോക അന്താരാഷ്ട്ര സംഘടന ആചരിച്ചത്. ജനസംഖ്യാ വിസ്ഫോടനം നടക്കുന്നു, ജനസംഖ്യ ഇങ്ങനെ പെരുകിയാൽ നാം പട്ടിണിയാകും, ജീവിക്കാൻ മാർഗമുണ്ടാകില്ല എന്നുള്ള കരച്ചിലാണ് പത്രങ്ങളിൽ മുഴുവനും നാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വവും എല്ലാറ്റിനും കാരണം ഈ ജനസംഖ്യയെ പറഞ്ഞാൽ ഗവൺമെൻറ്റിന് മാറി നിൽക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യാതിർത്തിയുടെ വലുപ്പമനുസരിച്ച് ആണ് ജനസംഖ്യ എണ്ണുന്നത്. ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുടെ വലുപ്പമുള്ള ഒരു രാജ്യമാണ്. എന്നാൽ കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഇന്ത്യയേക്കാൾ ഭൂവിസ്തൃതി വളരെ കുറഞ്ഞതും ജനസംഖ്യ കൂടിയതുമായ രാജ്യങ്ങളുണ്ട്. അഥവാ ജനസംഖ്യ ഡെൻസിറ്റി, സാന്ദ്രത കൂടിയ രാജ്യങ്ങളുണ്ട്. അവിടെ പ്രശ്നങ്ങളില്ല. ജനസംഖ്യയാണോ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികൾക്ക് മുഴുവനും ഉള്ള വിഭവങ്ങൾ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലുള്ളത് മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യണം. ഭൂമിയെ ഉപയോഗപ്പെടുത്താതെ ഭൂമിയെ നശിപ്പിക്കുന്നതിനാണ് മനുഷ്യൻ കൂടുതലും ഏർപ്പെടുന്നത് എന്നതാണ് ഇതിൻ്റെ കാരണം. പ്രകൃതിയിലുള്ള വിഭവങ്ങൾ മുഴുവനും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. എല്ലാറ്റിനെയും ഞാൻ പടച്ചു, അതിനെല്ലാം ഒരു ബജറ്റുണ്ട്, ഒരു കണക്കാക്കിയിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ പടച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൗത്ത് കൊറിയയുടെ ഡെൻസിറ്റി 550.56 പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു കിലോമീറ്റർ സ്ക്വയറിൽ 515 ആളുകളാണ് സൗത്ത് കൊറിയയിലുള്ളത്. ഇന്ത്യയിൽ 431 ആളുകളാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ സൗത്ത് കൊറിയ നമ്മെക്കാളും വികസിതമാണ്. അവിടെ പ്രശ്നങ്ങളില്ല. അവർക്ക് ഇനിയും ആൾ വേണം എന്നല്ലേ പറയുന്നത്. ഡെൻസിറ്റി കൂടിയിട്ടും കൊറിയയിൽ വികസനം എന്തുകൊണ്ട് സാധ്യമാകുന്നു? അവിടെ ഏക്കർ ഔട്ട്പുട്ട് റേഷ്യോ കൂടുതലാണ്. ഒരു ഏക്കറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന ശേഷി അത് നമ്മെക്കാളും കൂടുതലാണ്. നമ്മുടെ ഭൂമി വെറുതെ ഇടുകയാണ് ചെയ്യുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. റെയിൽവേ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി, അതിൽ ഉപയോഗപ്പെടുത്താത്ത ഭാഗങ്ങളേറെയുണ്ട്. ഡൽഹി പോലുള്ള നഗരങ്ങളിലും മറ്റുമായി കിടക്കുന്ന ആയിരക്കണക്കിന് വഖഫ് ലാൻഡുകൾ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കൊടുക്കാതെ നശിപ്പിച്ചു കളയുന്നതുണ്ട്. അതുപോലെ തന്നെ ചെറിയ വീടുകൾക്ക് വലിയ ഉദ്യാനങ്ങളും പാർക്കിങ്ങുകളും ഉണ്ടാക്കിയിട്ട് ഭൂമി കൃഷി ചെയ്യാതെ നഷ്ടപ്പെടുത്തുന്നത് വേറെയുണ്ട്. നമ്മുടെ ഭൂമി ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമങ്ങളനുസരിച്ച് ഒരു സ്കൂളിന് 3 ഏക്കർ ഭൂമി വേണം. CBSEയുടെ നിയമം 2 ഏക്കറാണ്. എബൌട്ട് 2 ഏക്കർ, 1.80 ഉണ്ടായാലും മതി. അപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു 3 ഉണ്ടെങ്കിലേ NOC കൊടുക്കൂ. കോളേജ് ഉണ്ടാക്കണമെങ്കിൽ കണ്ണൂരിലാണെങ്കിൽ 3.5 വേണം, കോഴിക്കോട്ടാണോ 5 വേണം. കണ്ണൂരിലെ പാർട്ടിക്കാരാണെങ്കിൽ 3.5 ഏക്കറിൽ കോളേജ് ഉണ്ടാക്കാം, കോഴിക്കോട്ടോ മലപ്പുറത്തോ ആണെങ്കിൽ 5 ഏക്കർ വേണം. ഇത് കേരളത്തിലെ നിയമമാണ്. ചിലതിന് 25 ഏക്കർ വേണം. ഇങ്ങനെ ഭൂമികൾ കാടായി കിടക്കുന്നത് നമുക്ക് കാണാം. കാടുകൊണ്ടൊരു കാര്യമുണ്ട്, പക്ഷേ മനുഷ്യോപകാരപ്രദമായ രീതിയിൽ കാടുകളെയും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉപയോഗപ്പെടുത്താതെ ആള് കൂടിയോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. വിരോധാഭാസം തോന്നുന്നത് ഈ ജനസംഖ്യാ
ദിനത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് കേരള അസംബ്ലിയിൽ ചർച്ച നടക്കുന്നത് എന്താണ്? സ്റ്റുഡൻസ് മൈഗ്രേഷൻ നിർത്തിവെക്കണം, കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ നാടുവിട്ടു പോകുന്നു, യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ദുബായിലേക്കുമൊക്കെ പോകുന്നു, അത് സ്റ്റോപ്പ് ചെയ്യണം. എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ കേരളത്തിൽ യുവാക്കൾ ഉണ്ടാകില്ല എന്ന്. എങ്കിൽ അതിന് സമാനമായി ആ കുട്ടികൾ പോകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കിയിട്ട് അതിനെ പ്രതിവിധി കാണുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് പോകുന്നത്? അവർക്ക് മറ്റു പല രാജ്യങ്ങളിലും പോയാൽ കിട്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവിടെയില്ല, അതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. മർക്കസ് നോളജ് സിറ്റിയുടെ വിഷനിൽ 50% അന്തേവാസികളും നോൺ മലയാളികളാകണം എന്ന് തീരുമാനിച്ചത് പുറത്തുനിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ്. മർക്കസ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം തന്നെ അത് അച്ചീവ് ചെയ്തു. മോർ ദാൻ 50% അഡ്മിഷൻ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നാണ്. മറ്റു സ്ഥാപനങ്ങളിലും അടുത്ത വർഷങ്ങളിലായി ഇത് അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി കോഴിക്കോട് മാറുന്നതിൻ്റെ കാരണം മർക്കസ് നോളജ് സിറ്റിയാണ്. ഇവിടേക്ക് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ പഠിക്കാൻ വേണ്ടി വരുന്നതിന് പുറമെ ഇവിടെ താമസിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു. വിദേശികൾ പോലും ഇവിടെ വരുന്നവർ ഇവിടെ ഒരു ഇടം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടുകാർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് നമുക്ക് പ്രശ്നമാണ് എങ്കിൽ നാട് നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആളുകൾ പോയിക്കോട്ടെ, നമ്മുടെ ജനസംഖ്യയുടെ ബാഹുല്യം കുറയില്ലേ? അപ്പം മാതാപിതാക്കൾ മാത്രം ഇവിടെ ആയിപ്പോകും എന്നാണ് പരാതിയെങ്കിൽ ഉന്നത നിലവാരമുള്ള ജീവിതം പുലർത്തുന്ന മക്കൾ പോകുമ്പോൾ മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ടുപോയി സുഖമായി ജീവിക്കട്ടെ. ഓസ്ട്രേലിയയിലും UK-യിലും ദുബായിലും മറ്റു പല രാജ്യങ്ങളിലും ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ ഇന്ത്യക്കാരെ കാണാം. ഉന്നത ശമ്പളം ലഭിക്കുന്ന, ഉയർന്ന സൗകര്യങ്ങളുള്ള, രക്ഷിതാക്കളോടൊപ്പം താമസിക്കുന്ന ആളുകളെ കാണാം. ഒരാൾ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ആ രാജ്യത്തിൻ്റെ ജനസംഖ്യയായി കണക്കാക്കേണ്ടതില്ല. അതിന് ജനങ്ങൾക്ക് പുറത്തോട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. സമ്പത്തിൻ്റെ കുറവാണെങ്കിൽ സമ്പത്തിനെ ആകർഷിക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ടാകണം. വിദേശികളെ പലപ്പോഴും ക്ഷണിക്കുമ്പോൾ പറയുന്നത് ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്ക് വന്നാൽ വേണ്ടത്ര സ്വീകരണം ലഭിക്കുന്നില്ല, എന്തോ നാട് മുടിക്കാൻ വേണ്ടി വന്നവരെ പോലെയുള്ള പെരുമാറ്റമാണ് എന്നാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വിദേശികൾ വരുമ്പോൾ കൈനീട്ടി സ്വീകരിക്കുകയാണ്. കൊറിയ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ, ജാപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളല്ല, അവിടെയൊക്കെ എയർപോർട്ടുകളിൽ മുസ്ലിം പ്രയർ ഹാൾ എന്ന് എഴുതി വെച്ചിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും വുളൂ ചെയ്യാനുള്ള സൗകര്യങ്ങളുമാണ് ഒരുക്കി കൊടുക്കുന്നത്. ഏത് നാട്ടുകാരൻ വരുമ്പോഴും എമിഗ്രേഷനിൽ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്വീകരണം ലഭിക്കുന്നില്ല എന്നാണ് പലരുടെയും പരാതി. പണം നിറഞ്ഞു നിൽക്കുന്ന നാടുകൾ അവർ പുറം നാട്ടുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദുബൈക്കാരൻ UK-യിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഖത്തറുകാരൻ UK-യിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ലണ്ടനിലെ പ്രോപ്പർട്ടികളിലെ വലിയൊരു ശതമാനം ഖത്തറുകാരുടേതാണെന്നാണ് പറയുന്നത്. അതുപോലെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ ബോസ്നിയയിലും മറ്റു പല രാജ്യങ്ങളിലും അവർ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ വന്നാൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. അത്തരം ഏടാകൂടങ്ങൾ ഒഴിവാക്കി നമ്മുടെ നാട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരുന്നതിനും സൗകര്യം ചെയ്യുകയാണ് വേണ്ടത്. മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ ഒരിക്കലും തടയേണ്ട കാര്യം ഇല്ല. മൈഗ്രേഷൻ നടക്കുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോഴും ആളുകൾ കുടിയേറുമ്പോഴുമൊക്കെയാണ് സംസ്കാരങ്ങൾ വർദ്ധിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ആളുകളെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ബ്രാഹ്മണന്മാർ ഉണ്ടാകുമായിരുന്നു. ഇറാൻകാരായ ബ്രാഹ്മണന്മാർ ഇന്ത്യയിലെത്തിയത് ഇന്ത്യ അവരെ സ്വീകരിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദ്രാവിഡന്മാർ മാത്രമുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ കുടികൊള്ളുമായിരുന്നു. ഇവിടെ അറബികളുണ്ട്, പഠാനികളുണ്ട്, ഇറാനികളുണ്ട്, തുർക്കികളുണ്ട്, മറ്റു പല രാജ്യക്കാരും ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുണ്ട്. ഇതുപോലെ ഏത് രാജ്യത്ത് ചെന്നാലും കാണാം. അങ്ങ് മലേഷ്യയിൽ ചെന്നാൽ അവിടുത്തെ ഏറെക്കാലം പ്രധാനമന്ത്രിയായി നിന്ന ആള് കേരളത്തിൽ നിന്ന് പോയ കുടുംബമാണ്. മറ്റൊരു പ്രധാനമന്ത്രി അറബിക് ബാക്ക്ഗ്രൗണ്ടാണ്, വേറെ ഒരു പ്രധാനമന്ത്രി ചൈനീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ഇങ്ങനെ പല നാടുകളിൽ നിന്നും ആളുകൾ വരികയും സഞ്ചരിക്കുകയും ചെയ്യുന്നതിലൂടെ സാംസ്കാരിക കൈമാറ്റവും സാമ്പത്തികമായ
അഭിവൃദ്ധിയും ഉണ്ടാകും എന്നതാണ്. മറ്റൊരു പ്രശ്നം ഉള്ളത് ഉള്ളവർ അങ്ങ് ഉപയോഗിക്കുന്നു, ഇല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല എന്നതാണ്. 1 മില്യണിലേറെ വീടുകൾ കേരളത്തിൽ അടച്ചിട്ടിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. വീടില്ലാത്തവരുടെ എണ്ണവും ഒരു ഭാഗത്ത് നിരന്ന് കാണുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് വസ്ത്രമായാലും ഭക്ഷണമായാലും വാഹനങ്ങളായാലും പാർപ്പിടങ്ങളായാലും മറ്റാവശ്യങ്ങളായാലും അനാവശ്യമായി ഉപയോഗിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്ത് ആവശ്യക്കാരനെ ഇല്ലാതാക്കുന്നു. വലാ തുബദ്ദിർ തബ്ദീറാ, ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അത് പൈശാചികമാണ്. മിനിമലിസം, സുഹൃദിന്റെ പുതിയൊരു വെർഷൻ ഇന്നിപ്പോ ഭൗതിക ലോകത്ത് വന്നിട്ടുണ്ട്. മിനിമലിസം, ഭൂമിയിൽ നിന്ന് ഉപയോഗിക്കുന്നത് കുറച്ചു മാത്രമാക്കുക, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്കുക എന്നുള്ള മനോഭാവം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ നാടിന് ഉപകാരപ്രദമായി മാറുന്നത്. സ്കിൽഡ് മൈഗ്രേഷൻ, കാനഡയും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കഴിവുള്ള ആളുകളെ അങ്ങോട്ട് മാടി വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടിന് സാധിക്കുന്നില്ല. അതിലേക്ക് നാം വളരുകയാണ് വേണ്ടത്. മുഹറം എന്ന് പറയുന്ന പവിത്രമായ മാസം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നൊരു വർഷം കൂടെ കഴിഞ്ഞുപോയി. 100 വയസ്സുള്ളവന് ഇനി 40 വയസ്സാണുള്ളത്, അല്ലെങ്കിൽ 30 വയസ്സാണുള്ളത്. നിനക്ക് എത്ര വയസ്സാണോ ഉള്ളത് അതിൽ നിന്ന് ഓരോ വർഷവും ഒരു ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷം പുതുതായി വരുമ്പോൾ അതാണ് ഓർക്കേണ്ടത്. പുതുവത്സര ദിനങ്ങൾ ആഘോഷത്തിമർപ്പിൻ്റെതാക്കി ഒരു വർഷം കൂടെ കിട്ടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നതിന് പകരം ഞാൻ ഈ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ ജീവിച്ചത് എന്ന് പരിശോധിക്കുകയും വരുന്ന വർഷം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോവുകയും ആണ് വേണ്ടത്. അതുകൊണ്ട് അവസാന മാസവും ആദ്യ മാസവും വളരെ പവിത്രമായ മാസമാക്കി അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ അതിപവിത്രമായ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഒരുപാട് ചരിത്രങ്ങൾ അയവിറക്കുന്ന മുഹറമിൻ്റെ ദിനങ്ങൾ, ആ ചരിത്രങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത്, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തു വന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറത്തിൻ്റെ 10 നോമ്പ് നോൽക്കുകയും 9 നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മാസത്തിൻ്റെ പവിത്രത നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സെപ്റ്റംബർ 9 തിങ്കൾ, റബിയുൽ അവ്വലിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച നമ്മുടെ സുബഹിക്കുള്ള പ്രത്യേക മൗലിദും അതുപോലെ തന്നെയുള്ള ആസാറുകളുടെ പ്രദർശനമൊക്കെ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.